അപ്പോൾ ഗുരുദേവൻ വെച്ചാൽ ആ ഗുരുവിനെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ സുഗതഹോമം അവിടെ നടത്താൻ പാടില്ല. ഞങ്ങളുടെ ധർമ്മമാണ്, ഞങ്ങൾക്ക് എല്ലാവരോടും ധർമ്മമുണ്ട് ഇവിടെ അല്ല. അപ്പോൾ ആ ഭാഗമായിട്ട് ഗുരുദേവന്റെ ആ ദിവസം ഞങ്ങൾ ആചരിക്കുന്നു. അത് സുഗതഹോമം രാവിലെ 6:30 ആരംഭിച്ച് 10 മണിക്ക് അവസാനിക്കും. 10 മണി കഴിഞ്ഞ ശേഷമാണ് ഗുരുദേവന്റെ ഹോമമന്ത്രം എടുത്ത് ഗുരുദേവനെ കണ്ട് ഗുരുദേവന്റെ ആ ജന്മദിനത്തിൽ അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ഞാൻ സന്തോഷിനെ സമീപിച്ചപ്പോഴാണ് സന്തോഷം എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ മെസ്സേജ് അയച്ചത്. ഈ ചിങ്ങം 1, 2, 3, 4 ദിവസങ്ങളിലാണ് മണോർമല കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആലോചിച്ചതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുപോലെയുള്ള സംഭവം നടക്കുമ്പോൾ ശാന്തി ഹോമം നടത്താറുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എത്ര പേര് മരണപ്പെട്ടു, ആരൊക്കെ പെട്ടു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് സമൂഹത്തിൽ അത് അറിയണം. അറിയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 11 ഒരാൾ മരണപ്പെട്ട 11 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 41 ഈ മണ്ഡലകാലത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് പറയാം. ഇതിനെ വിപുലീകരിച്ച് ചെയ്യുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ലഘുവായി ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ സ്വഭാവം നടക്കുന്ന അവിടെ വെച്ചിട്ട് തന്നെ ഇവർക്ക് വേണ്ടി ശാന്തി ഹോമവും നമ്മൾ ചെയ്യുന്നതാണ്. ഈ കാര്യം പറയാം. ഇതിന് കാര്യങ്ങൾ വെച്ചാൽ നോട്ടീസ് കാര്യങ്ങളൊക്കെ